വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാനും കാക്കായും കൂടി ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ പൈനാപ്പിൾ എങ്ങാണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരെങ്കിലും പറിച്ചോന്ന് അറിയില്ല, കൊണ്ടൊന്ന് പോയി നോക്കാൻ വേണ്ടി പോണേ കേട്ടോ. പിന്നെ ഇക്കാക്കും എനിക്ക് നോമ്പുണ്ട്. ഇപ്പം എല്ലാവരും മറ്റേ ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള പൈനാപ്പിൾ ഫ്രൈ ഇല്ലേ, അതുണ്ടാക്കി നോക്കാൻ വേണ്ടി പോയി നോക്കട്ടെ ഉണ്ടോയെന്ന്. ഇക്കാകയും ഞാനൊന്നും നേരത്തെ അല്ല, ഞാനൊരു 5 മണിയൊക്കെ കഴിഞ്ഞു. ഇക്കാക എന്നെ വിളിക്കാൻ വന്നു. ഇക്കാക കടയിൽ നിന്ന് നേരത്തെ ഒന്ന് നോമ്പായതുകൊണ്ട്. അപ്പോൾ കേസ് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് കേസ് പൈനാപ്പിൾ. ഇങ്ങനെ ഇതിൽ നട്ടേക്കണതെന്ന് പറയുന്നില്ല, ഇങ്ങനെ വഴി തിരിക്കില്ലേ, അതിന് പകരം നട്ടേക്കണം. ഇതിൻ്റെ അകത്ത് ഉണ്ടോയെന്നൊന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു. ഇതൊന്നും പൈനാപ്പിളിൻ്റെ ഒരു ഇങ്ങോട്ട് പോയി വെക്കാം. ഞാൻ എല്ലാവരും പോയി വെക്കാം. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. കാടല്ല, അത് ഇത്ര റബ്ബറത്തോട്ടാണ്. അതിന് നടുക്കി കൂടെ ഉള്ള വഴിയാണ്. ഇങ്ങനെ പോകണം. പൈനാപ്പിളുണ്ട്, മൂത്തിട്ടില്ല. ഒരു ദിവസം കഴിഞ്ഞാൽ റെഡിയാവും. ഇതിലുണ്ടോ നോക്കിയേ. അപ്പം നമുക്ക് അപ്പുറം സൈഡിലേക്ക് പോയി വെക്കാം. നമ്മുടെ അപ്പുറം താഴെ പറമ്പ് പോയി വെക്കാം. ഈ പറമ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്നറിയോ? നോക്കാം. ഇതിനി പറിക്കാൻ നടക്കണം. ഇക്കാക്കാണ് പറിക്കാൻ പറമ്പായി കഴിഞ്ഞാൽ അതിന് വെച്ചുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഇതിനുള്ളിൽ തന്നെ ഇരിക്കും. പൈനാപ്പിളും ഒഴിച്ചൊരു കുമ്പ് ചക്കയുണ്ട്. ഈ പൈനാപ്പിളിൻ്റെ നോക്കി ഇതില്ലാതെ ഇതിലൊന്നുമില്ല. ഇല്ലല്ലോ. ഇവിടെ പൈനാപ്പിൾ ഇല്ല, ചക്ക മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞൊരു ഓപ്ഷനെ ആ പറമ്പ് അപ്പുറം കേട്ടോ. അവിടെ ഉണ്ടാവില്ലടാ. ഇവിടെ ഒരു കുഴി, കുളം. കുഴിയല്ലേ, കുളമാണ്. ആരെ നോക്കിയില്ലേ? ഇവിടെ മതിയായ കമ്പ് എടുക്കണോടെ. നോക്കണ്ട ഭാഗ്യ കുഴി അങ്ങോട്ട് പൈനാപ്പിൾ കാണില്ല. പാപ്പ ഇവിടെ കുഴി ചാടിയിരുന്നു. എന്താ കുഴിയാ, പുല്ല് കാരണം കുഴി കാണുന്നില്ല. പൈനാപ്പിള് അവിടെ പൈനാപ്പിൾ ഇല്ല. നോക്കിയെടുക്കാത്തതിന്റെ കുഴപ്പമാണോ? പക്ഷെ അത് അറിയില്ല കുഴി കേട്ടോ. അതിലുണ്ടോ? ആ, അതില് കാണുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, പിടിച്ച്. ഇവിടെ കാനയാ. ഇത് കാനയാ. എടുത്ത് അയ്യോ, ഇവിടെ കാനല്ലേ ഇറങ്ങണേ. നിങ്ങൾ എടുത്ത് തരണം. ഇവിടെ ചേരണം. എടുത്ത് ചേർത്താ എടുത്തേടെ ചടിക്കാൻ ഒക്കെ എടുത്തേടെ. എന്താ ഇതിന് പറിച്ചു. ഇല്ല
ഒന്നും കിട്ടില്ല. ഇതൊക്കെ പൈനാപ്പിൾ ഹോൾസെയിൽ മേടിക്കാൻ പോയി. അതിലുണ്ടാവില്ലേ? അവിടെ നിന്ന് പറിച്ചോണ്ട് നിൽക്കുവാണ്. അവിടെ നിന്ന് പറിച്ചോ. ഇവിടെ നിൽക്കണ്ട. പോവാ. എനിക്ക് കാട് എടുക്കാം. കുഴി നോക്കി പോട്ടെ. കുഴി നോക്കി അവിടെ കുളമാണ് കേട്ടോ. കുളത്തിൽ പോയി ചാടരുത്. കാലെന്തോ കടിച്ചു. ഒരു പൈനാപ്പിൾ എവിടെ വെക്കണേ? ചെറുതാ. പറ്റിച്ചതല്ലേ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. എവിടെ വെക്കണ? എവിടെ? അവിടെ പൈനാപ്പിളിന്. പക്ഷെ അത് പച്ചയാ. അല്ലേ? മൂത്തോന്ന് വെക്കോ? ഇവർക്ക് പൈനാപ്പിൾ അത്രേ ഉള്ളൂ. നമുക്ക് ആ കുടിയിൽ കയറാം. ആര് കുടിയില്ല? മൂത്ത് ഓക്കെ പറിക്കാൻ മതി. കിട്ടിപ്പോയി. സാധനം കിട്ടി. ഒരെണ്ണം വധിച്ചുമ്പോ ടെസ്റ്റ് ചെയ്യാനാ. നമ്മൾ കാട്ടിൽ കൂടെ നടന്നിടുന്ന ലാസ്റ്റ് നമുക്ക് അവസാനം ഒരു പൈനാപ്പിൾ കിട്ടിയിട്ട് കേസ്. വേറെ എന്തോ നോക്കിക്കോക്കാം. അങ്ങോട്ട് കേറിയാലോ നമുക്ക്? എങ്ങോടാ? ആ കുടിയില് നോക്കാം. കേറാം. നീ ഇതിലെ പോകുന്നു. വരാം. അങ്ങനെ ഇതിലെ പോണ്ട. ഇത് കാനേ മതി. ആ കാനേ മതി. ഞങ്ങൾ നടന്ന് ഞങ്ങൾക്ക് ഒരു പൈനാപ്പിൾ കിട്ടിയിരിക്കുകയാണ്. അത് കാനയിലെ ചടികൾ ഞാൻ മാത്രം ഇങ്ങനെ കണ്ണൂടെ ഇത് പുല്ലിറങ്ങുന്നോണ്ട് എങ്ങനെ അറിയണേ? അങ്ങോട്ട് അവിടെ എടുത്തിയാടെ. ഞാൻ ചാറകണ്ടോ കേട്ടോ. ചാടുമ്പോ കാന ചാർമാറുന്നു. ഇത് കണക്ക് പരിചയമുണ്ടല്ലോ. വള്ളിയോ വയറ് ഇതിലറിപ്പുണ്ടല്ലോ. അതിലായി പോയി കൂടെ പൈനാപ്പിൾ ഉണ്ടോ നോക്കാം. ഇവിടെ ഒരു കാനയാണോ കുഴിയാണോ? നീ അതിൽ ഇറങ്ങോ? അതിലേറി നീ വാ. നിനക്ക് ഇതിലെ വഴി അറിയില്ല. ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ കിണറി ചാടാ നീ. ചുറ്റാൻ ഇത് ഇവിടെ ഞാൻ അവിടെ വരെ കൊണ്ടുവന്നത്. നീ ഒന്നുമില്ല. വേണമെന്നില്ല. ഇങ്ങനെ വന്നാൽ മതി. നേടിയത് മതി. ഈ തേങ്ങ ഉള്ള കുളത്തില് ഇവിടെ നേരത്തെ കൃഷി ഉണ്ടായിരുന്നപ്പം ഇവിടെ നിന്നായിട്ട് വെള്ളം കോരി ഒഴിച്ചോണ്ടിരുന്നേ. പാമ്പൊക്കെ കാണാൻ ചാൻസ് ഉണ്ടോ? ആ കാണാനായിട്ട് നമ്മുടെ വീട് നട്ടേക്കുന്നില്ലല്ലോ. ഇതെങ്ങനെ ഉണ്ടായില്ല? ഇത് ചുമ്മാ അവിടെ കിടന്നിട്ട് ഉണ്ടായി വന്നതാ. അല്ലാണ്ട് ഇത് നോക്കാറുമില്ല. നട്ടേക്കാൻ തരില്ല. പണ്ടങ്ങനെ നട്ടേക്കാനുണ്ട്. അതിന് പ്രാവശ്യം ബബ്ലൂസ് സാറി കുറച്ച് മരം ഒന്നുമില്ലട്ടോ. ഇത് ഷീറ്റും വര, ഇത് പുകപ്പര. അയ്യോ പറമ്പണ പോയില്ലേ ഇത് പറിക്കാൻ പോയി. പൈനാപ്പിൾ ഓറം കിട്ടി. അവിടെ നോക്കി അവിടെ കാട്ടിലത്തിൽ തെങ്ങിൻ്റെ വീട്ടില് ഇതിന് നന്നാക്കാൻ നിൽക്കണം. നമ്മളങ്ങനെ എന്നാ മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കണേട്ടോ. ഈ എന്നാ വലിയ കുഴപ്പമൊന്നുമില്ല. മൂത്താണ് ഇങ്ങനത്തെ. പാപ്പാനൊന്ന് ടേസ്റ്റ് വാപ്പിച്ച് മൂത്ത്. പക്ഷേ ഇതിനൊക്കെ ഒരു നാക്കുണ്ട്. പെണ്ണുങ്ങളെപ്പോൾ നാട്ടുകാരില്ല.
വല്ലാത്ത കമത്തി അവിടെ ഇട്ടു. അത് എൻ്റെ അടിയിൽ സാധനം വെച്ച് തുടങ്ങണം, ചുമ്മാ വീട്ടിൽ പുറക്കല്ല. അറിയില്ല ഇന്ന് പഠിച്ചു ഇപ്പൊ പോന്നപ്പോ ഇനി തൊണ്ടുള്ളൂ, സംഭവം കുറവാണ്. ചെറുതരം കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ മൊഹബത്ത് കാ ഷർബത്ത് റെഡി ആയിട്ടുള്ള മൊഹബത്ത് കാ സർബത്തില് കസ്കസ് ഇല്ല, കസ്കസ് ഇല്ല, തണുപ്പാക്കാം റെഡിയാക്കാം. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. കുറച്ച് പാലും തണ്ണിമത്തങ്ങ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല ഇതിൻ്റെ അകത്ത്. കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടി. ഇന്നിപ്പോൾ തൽക്കാലം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയുള്ള 30 നോമ്പിൽ നമുക്ക് അടുത്ത മാസം തൊട്ട് സെറ്റാക്കാം ഗൈസ്. ഓരോ ദിവസം ഓരോരോ വിഭവം ഉണ്ടാക്കി പരീക്ഷ നോക്കാം. പരീക്ഷിക്കണേന് നേരത്തെ കിടന്ന് വന്നോളാം. ഞാനിന്ന് പരീക്ഷിക്കുന്നുണ്ട്. 6 മണിക്ക് വന്നിട്ട് പരീക്ഷിച്ചോണ്ടിരുന്ന പരീക്ഷിക്കലുണ്ടാവുള്ളൂ. പാമ്പ് കൊടുത്ത് ഞങ്ങളൊക്കെ തിന്നിട്ട് പോകും. കക്ക കൊടുത്ത് പരീക്ഷിച്ചോണ്ടിരുന്നു. ഇതാണ് നമ്മുടെ മുഹബത്ത് കാ ഷർബത്ത്. എനിക്ക് പുഴ പോലെ ഇരിക്കണം. സോറി, അല്ല അത് കുഴപ്പമില്ല, ഓക്കെ. ഞാനൊന്നും ചെയ്യണില്ല. ഇക്കാരുടെ ഇഷ്ടം പോലെ ചെയ്തു. ഞാൻ എൻ്റെ കേസ് എങ്ങനെ അതേ പത്രികച്ചിക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മൊഹബത്ത് കാ ഷർബത്ത് ഫ്രിഡ്ജിൽ വെച്ച് കുറഞ്ഞത് തണുപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിലൊന്ന് വെച്ച് ഇച്ചിരി തണുപ്പാക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനകത്ത് കസ്കസ് മാത്രം കുറവുണ്ട്, ബാക്കിയെല്ലാം സെറ്റാണ്. അവിടെ ഇരുന്ന് ഇത്താതാനെ ഫോൺ വിളിക്കുന്നുണ്ട്, വാപ്പ മുന്നേഷിച്ചിരിക്കുന്നുണ്ട്. പിന്നെ എന്നാ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ എനിക്ക് ഡേ ഡ്യൂട്ടിയാണ്. നാളെ മുതൽ വീണ്ടും നൈറ്റാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ പോകും. നിലവിൽ ഞങ്ങൾക്ക് നല്ല വീഡിയോസൊന്നും ഇടാൻ പറ്റുള്ളൂ ഇപ്പോൾ നിലവിൽ. കാരണം ഇവള് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും, ഇപ്പം ഞാൻ ഡേയിൽ ഉണ്ടാവില്ല. അങ്ങനെ പോവാണ് നിലവിൽ. ഇങ്ങനെ ലീവ് കിട്ടിയിട്ട് വേണം വീഡിയോസൊക്കെ ഒന്ന് മര്യാദയ്ക്കൊന്ന് ഇടാനായിട്ട്. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വീഡിയോസ് ഇടുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വരും. പിന്നെന്താ, ഇപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ബെല്ലൈക്കനും കൂടി ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ കാണാം. ചാറ്റാ.